ഇതിലൊക്കെ നമുക്കൊരു പക്ഷേ കുറെയൊക്കെ തഖ്വയും ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പിന്നീട് അതങ്ങോട്ട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാറാണ് സാധാരണ പതിവ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കുക, ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടുന്നതും പിന്നീട് ഓരോരുത്തരോടും പ്രവർത്തിച്ചതിനുള്ളത്, ഓരോ ആളുകളും അവർ പ്രവർത്തിച്ചതിനുള്ളത് അവർക്ക് പരിപൂർണമായി നൽകപ്പെടുന്നതുമാണ്. അവരെ അന്ന് ഉപദ്രവിക്കപ്പെടുകയില്ല, അവർ അന്ന് ഉപദ്രവിക്കപ്പെടുന്നവരായിരിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം, റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടേതിന് തുല്യമായ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്നു ചെല്ലുക എന്ന്. അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം, അതിനൊക്കെ നമുക്ക് പറ്റിയ ഒരു പവിത്രമായ മാസമാണ് ഈ മാസം. ഇങ്ങനെ ധാരാളം ആയത്തുകളും ഹദീസുകളും ഈ പവിത്രമായ മാസത്തെക്കുറിച്ച് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ആയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ദിവസവും നമ്മൾ കേൾക്കുന്ന ഹദീസുകൾ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറഞ്ഞു എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്, കുല്ലു അമൽ ഇബ്നി ആദം ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി വസ്സിയാമു ജുന്നത്തുൻ വഇദാ കാന യൗമു സ്വൗമി അഹദുക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖുലൂഫ ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്ക് ലിസ്വാഇമി ഫറഹത്താൻ യഫ്റഹുമാ ഇദാ അഫ്തറ ഫരിഹ വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയുന്നു, എല്ലാ അമലും, നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലും, നമ്മൾ പറയാറില്ല ഇന്നസ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹുവിനാണ് എന്ന്. അതുപോലെ തന്നെ എല്ലാ അമലും, നിസ്കാരം, നോമ്പ്, നിസ്കാരം, സകാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള നാം ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും എല്ലാം റബ്ബിനിക്കാണ്. ഇല്ല സിയാമ, നോമ്പൊഴികയെന്ന്. കുല്ലു അമൽ ഇബ്നി ആദം ലഹു ഇല്ല സിയാമ ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. നോമ്പിനിക്ക് പ്രതിഫലം നൽകുന്ന മറ്റുള്ളതൊക്കെ അല്ലാഹുവിനെ നമ്മളെല്ലാം പറയലുണ്ടല്ലോ, നമ്മൾ പറയുന്നത് തന്നെയാണ്. പക്ഷെ നോമ്പിന്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അത്രയും വലിയ പ്രത്യേകത നോമ്പിനിക്കുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ വസ്സിയാമു ജുന്നത്തുൻ എന്നാണ്. നോമ്പ് ഒരു പരിചയാണ്, അത് തടുക്കാനുള്ള ഏത് ചീത്ത പ്രവർത്തനങ്ങളിലേക്കും മനുഷ്യൻ പോകുമ്പോൾ മനുഷ്യനെ തടുത്തു നിർത്തുന്ന ഒരു വിഷയമാണ് ഞാൻ നോമ്പുകാരനാണെന്നുള്ളത്. നോമ്പുകാരനായ ഒരാളെ ആരെങ്കിലും ചീത്ത പറയാനോ അവനെ കൊല്ലാനോ അവനെ ആക്രമിക്കാനോ അവനെ മറ്റുള്ള വിഷയം പറയുകയാണെങ്കിൽ അവൻ എന്ത് പറയണമെന്നാ, അവനെ പറയണം വരുന്ന ആളോട് ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിം, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നിന്നേറ്റിപ്പോ ചെണ്ട കൂടാനില്ല, ഞാൻ നിന്നേറ്റിപ്പോ പ്രശ്നം ഉണ്ടാക്കാനില്ല, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം എന്നാണ്. മാത്രമല്ല, നോമ്പുകാരന്റെ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ വായക്കൊക്കെ ഒരു വാസന ഉണ്ടാകുന്ന, അതിൽ ആരും ഖേദിക്കരുത്. അത് റബ്ബിന്റെ അടുക്കൽ മിസ്കിന്റെ വാസനയാണെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ലിസ്വാഇമി ഫറഹത്താൻ യഫ്റഹുമാ, നോമ്പുകാരനക്ക് രണ്ടാനന്ദമാണ്. ഒന്നെന്താണ്, ഇദാ അഫ്തറ ഫരിഹ, ഒന്നവൻ നോമ്പ് തുറക്കുന്ന നമുക്ക് വലിയ സന്തോഷമാണ് ആ സമയത്ത്. മറ്റൊന്ന് വൈദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി,
നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ. അങ്ങനെ രണ്ട് ആനന്ദമുണ്ടെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ. സ്വർഗ്ഗത്തിനൊരു വാതിലുണ്ട്, ആ വാതിലിന് പറയപ്പെടുന്ന പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വാഇമൂന യൗമൽ ഖിയാമ. ഖിയാമത്ത് ദിവസമായി കഴിഞ്ഞാൽ നോമ്പുകാർ മുഴുവനും അതിലൂടെയാണ് പ്രവേശിക്കുന്നത്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. നോമ്പുകാരല്ലാത്ത ഒരൊറ്റ കുട്ടിയും അതിലേക്ക് പ്രവേശനമില്ല. ആ വാതിലിലൂടെ നോമ്പുകാരല്ലാത്ത ഒരൊറ്റ കുട്ടിക്കും പ്രവേശനമില്ല. യുഖാലു ഐന സ്വാഇമൂന ഫയഖൂമൂൻ. അന്നിങ്ങനെ വിളിച്ചു പറയുന്ന നോമ്പുകാരെ നോമ്പുകാരെ എവിടെ നിങ്ങൾ, ഇതിലൂടെ പ്രവേശിക്കൂ, ഇതിലൂടെ കടന്നോളൂ. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. മറ്റൊരു കുട്ടിയും അതിലൂടെ പ്രവേശിക്കൂല. എന്നിട്ട് ഫൈദാ ദഖലൂ. നോമ്പുകാർ അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ്, അത് കുറ്റിടപ്പെട്ടു, അത് പൂട്ടപ്പെട്ടു. പിന്നെ വേറെ ആർക്കും അതിലൂടെ ഫലം യദ്ഖുൽ മിൻഹു അഹദും. മറ്റൊരാളും പിന്നെ അതിലൂടെ പ്രവേശിക്കൂല. അത്ര റബ്ബിന്റെ അടുക്കല് അത്രമാത്രം സ്വീകാര്യതയുണ്ട് നോമ്പിനിക്ക്. പക്ഷെ ഈ നോമ്പിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് വിഷയം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. റസൂലല്ലാഹ് പറയുകയാണ്, മൻ സ്വഅമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അള്ളാഹുവിൽ നിന്ന് വിശ്വസിച്ചവനായിട്ടും റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചും ഒരാള് നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതാക്കും റമളാനു ശഹ്റും മുബാറകുൻ ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാഅ് وتغلق فيه أبواب الجحيم وتغل فيه مرضة الشياطين لله فيه ليلة خير من ألف شهر من حرم خيرها فقد حرما. മുബാറക്കായ ഒരു മാസം, മുബാറക്കായ പവിത്രമായ ഒരു മാസം നമ്മളിലേക്ക് വന്നു. നമ്മൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മുബാറക്കായി പവിത്രമായ ഒരു മാസം നമ്മളിലേക്ക് ആഗതമായി. ആ മാസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പേരിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. മാത്രമല്ല തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാഅ്. ആകാശത്തിലുള്ള വാതിലുകൾ മുഴുവനും ആ മാസത്തിൽ എന്ത് തുറക്കപ്പെട്ടു. വതുലഖു ഫീഹി അബ്വാബുൽ ജഹീം. നരകത്തിന്റെ വാതിലുകൾ മുഴുവനും ആ മാസത്തിൽ അടക്കപ്പെട്ടു. തഖല്ലു ഫീഹി മറദത്തു ശയാത്തീൻ. ശൈത്താന്മാരെ മുഴുവനും വന്ന് ചങ്ങലക്കിടപ്പെട്ടു, അവരെ മുഴുവനും പൂട്ടിയിടപ്പെട്ടു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒരു രാവും റബ്ബ് സുബ്ഹാനഹു വ തആല ആ രാത്രി, ആ റമളാനിൽ, ആ മാസത്തിൽ നമുക്ക് സമ്മാനിച്ചു. 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരൊറ്റ രാവ് ആ മാസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചു. فعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم صعد المنبر فقال آمين آمين آمين. قيل يا رسول الله إنك حين صعدت المنبر فقلت آمين آمين آمين. قال إن جبريل أتاني فقال من أدرك شهر رمضان ولم يغفر له فدخل النار فأبعده الله قل آمين فقلت آمين. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറുമ്പോൾ സാധാരണയായിട്ട് ചൊല്ലിയ 3 ആമീൻ. എന്തിനാണ് അത് ചൊല്ലിയത് എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി പറയാണ്, ഇന്ന ജിബ്രീൽ ആതാനി ഫഖാല മൻ അദ്റക ശഹ്റ റമളാന വലം യഗ്ഫർ ലഹു ഫദഖല അന്നാറ. ജിബ്രീൽ എന്റെ അടുക്കൽ വന്ന് റസൂലുള്ളാഹി പവിത്രമായ ഈ മാസം ആഗതമായി, പവിത്രമായ റമളാനിൽ ഒരാൾ എത്തിപ്പെട്ട് അവന്റെ ദോഷം പൊറുക്കാതെ കണ്ട് റമളാൻ അവനോട് വിട പറഞ്ഞ് അവൻ പഴയമാതിരി തന്നെ, അവനക്ക് ഒരു മാറ്റമില്ല. അല്ലെങ്കിൽ അവൻ നോമ്പുകാരനായിരുന്നു, പക്ഷെ അവന്റെ നോമ്പൊക്കെ അവൻ ഫസാദാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാൾക്ക്, ഇങ്ങനെയാണ് ഒരാള് റമളാനിനെ അവനോട് വിട പറഞ്ഞതെങ്കിൽ, റമളാൻ അവനിൽ നിന്ന് പോയത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, അള്ളാഹു
അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവനക്ക് എത്താതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, നബിയെ ആമീൻ എന്ന് പറയുക. ഫഖുൽതു ആമീൻ, അപ്പൊ ഞാൻ ആമീൻ ചൊല്ലിയതാണ്. രണ്ടാമത്തതെന്താ, വമൻ അദ്റക അബവൈഹി ഔ അഹദുഹുമാ ഫലം യബറഹുമാ ഫമാത ഫദഖല النار ഫഅബഅദഹു അല്ലാഹു ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, നമുക്കൊക്കെ ഉള്ളതാണ്. പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായിട്ടും ഒരാൾക്ക് സ്വർഗം കിട്ടാതെ പോയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, അവന്റെ മേൽ റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു, ഞാൻ ആമീൻ ചൊല്ലി. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നോമ്പുകാരായിരിക്കും നമ്മൾ, പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിക്കൂല. മഹാനായ ഉവൈസുൽ ഖർനി റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, താബിയായിട്ട് ജീവിച്ച മഹാനാണ്. റസൂലുള്ളാഹിനെ കാണാൻ പലതവണ ശ്രമിച്ചു, കണ്ടില്ല. കാരണം എന്തായിരുന്നു? മാതാവിനെ ശുശ്രൂഷിക്കുന്ന റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. താബിയായിട്ട് ജീവിച്ച മഹാനാണ്. അതുപോലെ തന്നെ 7 തവണ മാതാവിനെടുത്തുകൊണ്ട് തവാഫ് ചെയ്ത സ്വഹാബി റസൂലുള്ളാഹിനോട് വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ മാതാവിനോടുള്ള കടമ നിറവേറ്റിയ റസൂലേ. 7 തവണ മാതാവിനെടുത്തുകൊണ്ട് കഅബൻ തവാഫ് ചെയ്ത സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഇനി എന്റെ മാതാവിനോട് എനിക്ക് കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞതെന്താ? മാതാവ് നിനക്ക് വേണ്ടി സഹിച്ച വേദനയിൽ നിന്ന് ഒരു വേദന പോലും ആയിട്ടില്ല. മാതാവ് നിനക്ക് വേണ്ടി സഹിച്ച, മാതാവ് നമുക്ക് വേണ്ടി വളരെ വേദനകൾ സഹിച്ചിട്ടുണ്ട്, വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളതറിയില്ല. ആദ്യമായിട്ട് നമുക്ക് അനുഭവിക്കുന്ന വേദന തന്നെ നമ്മളെ പ്രസംഗിക്കുമ്പോഴുള്ള വേദനയാണ്. അത് ചെറുതല്ല. അതല്ല പണ്ഡിതന്മാര് പറഞ്ഞത്, ഒരു പുരുഷന്റെ 1000 സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം ഒരു പ്രസവ വേദനക്കുണ്ടെന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം എന്താ? ഒരു പ്രസവ വേദന എന്ന് പറഞ്ഞാൽ പല വേദനകളിൽ പെട്ട ഒരു വേദനക്കെന്നാ പറഞ്ഞത്. പ്രസവവേദന എന്നൊക്കെ പറഞ്ഞത് അത് പ്രസവിച്ച സ്ത്രീകൾക്ക് അറിയുള്ളൂ. അത് ഇങ്ങോട്ട് വരും, അപ്പൊ നമുക്ക് മനസ്സിലാക്കും ഇത് അപ്പൊ പ്രസവിക്കും എന്ന്. സത്യത്തിലൊന്നും അതേമാതിരി പോകും, പിന്നെയും വരും, അപ്പോഴും മനസ്സിലാക്കും പ്രസവിക്കാൻ എന്നാ ഇത് ഈ വേദന എന്തായാലും പ്രസവിക്കാനുള്ളത് തന്നെയാണ്. ചിലപ്പം ഒരു ദിവസം നിൽക്കും, ചിലപ്പം 1.5 ദിവസം നിൽക്കും, അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഇന്ന് അതിനൊക്കെയുള്ള ഹോസ്പിറ്റലുകളിൽ നേരത്തെ പോയി കയറുന്ന ആ ഹോസ്പിറ്റലിലുള്ള ഇഞ്ചക്ഷൻ അല്ല പറയുന്നത്, പഴയ കാലത്തുള്ളത്. അതാണ് ഒരു പുരുഷന്റെ 1000 സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം പല വേദനകളിൽ പെട്ട ഒരു വേദനക്കുണ്ട്. അത്രയും വേദനകൾ സഹിച്ചിട്ടാണ് മാതാവ് നമ്മളെ പ്രസവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാ പറഞ്ഞത് ഒരു പുരുഷന്റെ 1000 സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി പല വേദനകളിൽ പെട്ട ഒരു വേദനക്കുണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് റസൂലുള്ള പറയാനുള്ള കാരണം എന്താ? മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അവർ പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും സ്വർഗത്തിൽ എത്താൻ സാധിച്ചില്ല. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്താ? മാതാപിതാക്കൾക്ക് അവരെ അനുസരിക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക. അവർ പ്രായം ചെന്നാല് അവർ ചെറിയ മക്കളെ പോലെ കിട്ടാവും. അവർക്ക് പിന്നെ എന്താ പറയുന്നത്, എന്താ പറയേണ്ടത്, ഇന്നത് പറയാൻ അതൊന്നും അവർക്കില്ല. പക്ഷെ നമ്മൾ അതൊന്നും ചെവിക്കൊള്ളണ്ട. നമ്മൾ അതൊക്കെ ചെറിയ മക്കള് എങ്ങനെ നമ്മളോട് പറയുന്നു അങ്ങനെ നമ്മൾ കാണാൻ പാടുള്ളൂ. സ്വർഗം കിട്ടാൻ ഏറ്റവും വലിയ കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സഹചാരിയായി ജീവിച്ച മഹാനാണ് അൽഖമർ റളിയല്ലാഹു അൻഹു. മരണസന്ദർഭത്തില് മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ രോഗിയെ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഭാര്യ ആളെ പറഞ്ഞയച്ചില്ലേ? റസൂലുള്ളാഹിന്റെ അടുക്കൽ പറഞ്ഞപ്പോ റസൂലുള്ള ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞയച്ചു. ചെന്ന് നോക്കി ബിലാൽ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തി, പക്ഷേ മിണ്ടുന്നില്ല. തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹിനോട് വിവരം പറഞ്ഞു, ഞാൻ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്ത റസൂലെ, ചെല്ലുന്നില്ല. എന്താ കാരണം? ഒന്നും അറിയില്ല. റസൂലുള്ള ചെന്ന് ചൊല്ലിക്കൊടുത്തു, അപ്പോഴും ചൊല്ലുന്നില്ല. റസൂലുള്ള അവിടെ കൂടുന്ന ആളുകളോട് ചോദിച്ചില്ലേ, ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. റസൂലുള്ള ആളെ പറഞ്ഞയക്കുന്നു, ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചെന്നിട്ട് വിവരം പറഞ്ഞു, നിങ്ങൾ അൽഖമയുടെ മാതാവല്ലേ, റസൂലുള്ള വിളിക്കുന്നുണ്ട്, പറ്റൂലെങ്കിൽ റസൂലുള്ള അങ്ങോട്ട് വരാം.
ഉടനെ ആ മാതാവ് പറഞ്ഞു, റസൂൽ എന്റെ അടുത്തേക്ക് വരികയോ? ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ മകനുമായിട്ട് വല്ല പ്രയാസങ്ങളുണ്ടോ, വല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ, വലിയ തെറ്റുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് വരെ കാലങ്ങളായി ഞാനും അവനുമായി മിണ്ടാറില്ല, ഞാൻ അവനുമായി കാലങ്ങളായി മിണ്ടിയിട്ട് അവന് എന്നെ പരിഗണിക്കാറില്ല. ഉടനെ റസൂലുള്ള പറഞ്ഞതെന്താ? നിങ്ങളുടെ മകന് നാളെ നരകത്തിൽ കിടന്ന് വിറകാവാതിരിക്കാൻ നിങ്ങൾ ഇവിടുന്ന് തന്നെ മകന് പൊരുത്തപ്പെട്ടു കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മകന് നാളെ നരകത്തിൽ വിറകാണ്. ഇതങ്ങ് കേട്ട സന്ദർഭത്തിലാണ് ആ മാതാവ് പൊരുത്തപ്പെട്ടു കൊടുത്തത്. നോക്കണം നമ്മള്. എന്നിട്ട് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അൽഖമ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി മരണപ്പെട്ടു. മാതാപിതാക്കൾ അത് നമുക്കൊരു പാഠമാണ്. ചരിത്രക്കാർ ഷഹാദത്ത് കലിമ, റസൂലുള്ള ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തിട്ട് നാവനങ്ങില്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള കടമയുടെ ഗൗരവം ചെറുതല്ല, ചെറിയ ഗൗരവം, ചെറിയ വിഷയമല്ല. നമ്മൾ അങ്ങേ അറ്റം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അതാണ് റസൂലുള്ള ദുആ, അതാണ് ജിബ്രീൽ ദുആ ചെയ്തത്. പ്രായം ചെന്ന മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിട്ട് പോലും സ്വർഗത്തിലെത്താൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, അവന്റെ മേൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുകയും എന്നോട് പറഞ്ഞു, ഫഖുൽതു ആമീൻ, ഖുൽ ആമീൻ, ആമീൻ എന്ന് പറയൂ. ഫഖുൽതു ആമീൻ, അപ്പൊ ഞാൻ ആമീൻ ചൊല്ലി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ വല്ലാതെ നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഒന്ന്, പരിശുദ്ധ റമളാൻ ആഗതമായി. ആ റമളാൻ വിട പറയുന്നതിന് മുമ്പ് ഒരു മാറ്റവും നമുക്ക് സംഭവിച്ചില്ല. നമുക്കതൊരു വിഷയം തന്നെ അല്ല. അതങ്ങനെ ഒരു അടിപൊളിയായിട്ട് അത്തായം കഴിക്കുന്നു, പറക്കുന്നു, അങ്ങനെ ഒരു ഇതിലാണ്ട് പോയി. പക്ഷെ തന്റെ ദോഷം പൊറുക്കേണ്ട രീതിയിൽ റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്ത് ഖേദിച്ച് മടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് അവൻ മാറിയില്ല. അങ്ങനത്തെ ഒരാളെ കുറിച്ചാണ് തന്റെ ദോഷങ്ങളൊക്കെ പൊറുത്ത് ഒരു നല്ല ഒരു ഹജ്ജ് ചെയ്തപ്പോ കുട്ടിയെ, അങ്ങനെ ഒരു കുട്ടി സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം ഒരു ജനിച്ച കുട്ടിയെ പോലെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. ആ കുട്ടി എങ്ങനെ അതേപോലെ ആയിരിക്കുമെന്ന്, അതേ രീതിയിൽ തന്റെ ദോഷങ്ങളൊക്കെ പൊറുത്ത് എന്ന ഒരു ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഒരു അവസ്ഥയിൽ ആയിട്ടില്ല. അങ്ങനെ അവൻ റമളാനിന് വേണ്ട പോലെ ബഹുമാനിച്ചില്ല, അതിനവൻ പുച്ഛിച്ച് തള്ളി. അങ്ങനെയാണ് റമളാൻ അവനിൽ നിന്ന് വിട പറഞ്ഞതെങ്കിലും അവന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്നാണ് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ നമ്മൾ വളരെ അധികം ഗൗരവത്തോടെ ചിന്തിക്കണം. മറ്റൊരാമീൻ എന്താണ്? വമൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈക ഫമാത ഫദഖല النار فأبعده الله فقلت آمين ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. എന്റെ പേര് ഇങ്ങോട്ട് കേട്ട് റസൂലുള്ള പറയാണ്, എന്റെ പേര് കേട്ട് ഒരാളടുക്കല് അത് നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ മനഃപൂർവ്വം അല്ല. ഇത് വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും റസൂലുള്ളാന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അതൊരു ഗൗരവത്തിലെടുക്കൂല. അതങ്ങനെ മൊലേരല്ല, മൊലേർ അങ്ങനെ അത് പറഞ്ഞു പോയിക്കോട്ടെ, അതൊക്കെ ഒരു വിഷയാക്കണ്ട. ആ കോലത്തിലാണ് നമ്മൾ അതിനെ ഒരു പുച്ഛിച്ചു തള്ളുന്ന രീതിയിലാണ്. അങ്ങനെ എന്റെ പേര് കേട്ടിട്ട് അവന്റെ നാവനങ്ങുന്നില്ല, വാറള്ളിനൊക്കെ അവന്റെ നാവ് പെട്ടെന്നിന് പൊങ്ങും. എന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ അവന്റെ അനക്കൂല. അങ്ങനത്തെ ആള് അവന്റെ അടുക്കൽ എപ്പോഴും എന്റെ പേരൊക്കെ അങ്ങനെ അവൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അവന്റെ നാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൂല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എങ്കിൽ അവൻ നരകത്തിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. അല്ലാഹു അവനിൽ നിന്ന് അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവന് കിട്ടാതിരിക്കട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അങ്ങനെ ജിബ്രീൽ ദുആ ചെയ്തിട്ടുണ്ട്. ഖുൽ ആമീൻ, നബിയെ തങ്ങൾ ആമീൻ പറയൂ. ഫഖുൽതു ആമീൻ, അങ്ങനെ ഞാൻ അതിനും ആമീൻ ചൊല്ലി. അത് നമുക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏത് വിഷയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ വാലിന്റെ മൂലമാരൊക്കെ നമുക്ക് പറയാനുണ്ട്, ചൊല്ലിയും സുഹൃത്തുക്കളെ സ്വലാത്ത് ചൊല്ലിക്കോളിയും ഇങ്ങനെ പറയാറുണ്ട്. കാരണം റസൂലുള്ളാന്റെ പേര് കേൾക്കുമ്പോൾ
റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ആരെ പേര് കേട്ടാലും നമ്മളൊക്കെ എടുത്ത് ചാടും ആ വിഷയമായിട്ട് സംസാരിക്കാനും പിടിക്കാനൊക്കെ. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാനുള്ള ഒരു ഉഷാർ നമ്മൾ കാണിക്കൂല. അതിന് നമ്മൾ അങ്ങോട്ട് അതിന് വളരെയധികം കാണിക്കണം. അങ്ങനെ കാണിക്കാതെ അതിന് പുച്ഛിച്ച് തള്ളുന്ന ഒരാള്, എന്ത് അതിന് ഒരു പരിഗണന നൽകാത്ത ഒരാള്, അങ്ങനത്തെ ആളെ പേരിലും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കാതിരിക്കട്ടെ. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഇത്രയും വിഷയങ്ങളൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഇബാദത്ത് ചെയ്യാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സുൽ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഈ പവിത്രമായ മാസം നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് ഇതൊക്കെ ചൊല്ലുന്ന മാസമാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് ഇതൊക്കെ ചൊല്ലുന്ന മാസമാണ്. ആ മാസത്തിൽ ആ ഇതൊക്കെ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കുകയും ഈ മാസത്തെ അങ്ങേയറ്റം അതിന്റെ ബഹുമാനത്തോടെ അതിന്റെ ഹുർമത്തോടെ അതിനെ കാത്തു സൂക്ഷിച്ച് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. ബാക്കി അല്ലാഹുവിന്റെ അടുക്കലാണ്, ബാക്കി കാര്യങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലാണ്. പക്ഷെ നമ്മൾ അതിനെ ഒരുങ്ങി തയ്യാറാവണം. ഏറ്റവും ചുരുങ്ങിയത് ആ 20 റക്അത്ത് തറാവീഹെങ്കിലും മുടങ്ങാതെ നിസ്കരിക്കാൻ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ ഈ റമളാനിനെ മുഴുവൻ തറാവീഹും നിസ്കരിക്കും എന്നൊരു പ്രതിജ്ഞ. ഏതുപോലെ ഇവിടെ അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്വലാത്ത് എടുക്കാറുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. ഇവിടെ അറബികളാണ് നടത്തുന്നത്, എന്റെ കഫീലടക്കമുള്ള ആളുകൾ. ഒരു 5-10 അറബികളും കുറച്ച് സുരിയക്കാരായ പണ്ഡിത മൗലന്മാരെല്ലാം കൂടിയിട്ടാണ്. ഇവര് ധാരണ എത്തി ഇങ്ങനെ ഓരോരുത്തരും ഓരോ സ്വലാത്തിന് വരാതിരുന്നാൽ ഇവരൊരു തീരുമാനം എടുത്ത് എല്ലാ വെള്ളിയാഴ്ചയും അരിമിന്റെ ആശാണ്. ഇവരൊരു തീരുമാനത്തിലെത്തി ഓരോരുത്തരും ഇങ്ങനെ മുടങ്ങിയപ്പോൾ ഇനി ആരെ മുടങ്ങുന്ന അവരൊരു പെട്ടി വെച്ച് അതിൽ 100 റുപ്യ മുഖാരപ്പെടണമെന്ന് ഫൈനിടണം. 100 ദിർഹം സൈലങ്ങിട്ടിടുക. ഒരു പെട്ടിയോടെ വെച്ചിട്ട് വരാതിരുന്നാൽ അവൻ 100 റുപ്യ ആ പിറ്റത്താഴ്ച വരുമ്പോൾ അതിൽ ടോളണമെന്ന്. ഇങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം. എന്തായാലും ഞാൻ ഈ റമളാനിനെ അതിന്റെ എല്ലാ ബഹുമാനത്തോടെയും ഞാൻ കാത്തു സൂക്ഷിക്കും. ഞാൻ മുഴുവൻ തറാവീഹും മറ്റ് നോമ്പ് ഏതായാലും നോൽക്കും, അത് ഉറപ്പാണല്ലോ, അത് നിർബന്ധമുള്ളത്, അത് ഒഴിവാക്കാൻ പറ്റൂല. പക്ഷേ തറാവീഹ് മുഴുവനും ഞാൻ നിസ്കരിക്കും എന്ന ഒരു അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും, അവരെയൊക്കെ നമ്മളെ മക്കളും ഭാര്യയായാലും പെൺമക്കളായാലും അവരോടൊക്കെ അത് നിർവഹിക്കാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടണം. നമ്മൾ മാത്രം സ്വർഗത്ത് കടന്നാ പോരല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, ഓ സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ അഹ്ലിക്കാരുടെ നഫ്സിനെയും നിങ്ങൾ നരകത്തൊട്ട് കാക്കുക എന്ന് അല്ലാഹു പറയുന്നുണ്ട്. നമ്മൾ മാത്രം നമ്മളെന്ത് ചെയ്യും? നമ്മളും ഇവിടെ നോമ്പറന്ന് തോർച്ചെടുത്ത് ഒക്കെ റെഡിയായി നമ്മൾ അങ്ങോട്ട് പോകും. ഭാര്യ നിസ്കരിച്ചിട്ടുണ്ടോ, മക്കൾ നിസ്കരിച്ചിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതും അവരുടെയും അവരുടെ നഫ്സിനെയും കൂടി നരകത്തൊട്ട് കാക്കണം. നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടതാണത്. അപ്പൊ അവരെയും കൂടി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ തറാവീഹിന്റെ ഒക്കെ നിസ്കാരമൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വീട്ടിലുണ്ടാവും, മക്കളുണ്ടാവും, മറ്റ് ഇളച്ചു മുത്തച്ചുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്നിച്ച് നിന്നിട്ട് നിസ്കരിപ്പിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് അവർക്ക് ഇമാമായിട്ട് നിന്ന് മനസ്സിലാക്കി കൊടുക്കാം. എന്നിട്ടെങ്കിലും അവരൊക്കെ അതിലേക്ക് പ്രചോദനം നൽകി അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഈ ദുനിയാവിലുള്ള ജീവിതം ഒന്നും നമുക്ക് ശാശ്വതമല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെയും കൂടി നഫ്സിനെ
അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതും കൂടി നമ്മൾ നിർവഹിക്കണം. എന്നാൽ മാത്രമേ നമ്മളൊന്നാണ് റബ്ബിന്റെ അടുക്കൽ വിജയിക്കുകയുള്ളൂ എന്ന ബോധമൊക്കെ നമുക്ക് വേണം. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിനെ വളരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികളെല്ലാവരും ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പൊ ഫുട്ബോളിന്റെ ഇസ്മായിൽ അലിക്കാട് മാഷാ അല്ലാഹ്. അപ്പൊ കുട്ടികൾ മുഴുവനും ഇപ്പൊ അതിന്റെ പിന്നിലാണ്. കുട്ടികൾ എന്നല്ല, മിക്ക ആളുകളും വലിയവരായാലും ചെറിയവരായാലും നാട്ടിലെ അവസ്ഥ അങ്ങനെയാണല്ലോ. എവിടെ ടി വി ഉള്ളത് അതിന്റെ മുന്നിൽ മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയമായാലും ഇശാ നിസ്കാരത്തിന്റെ സമയമായാലും അതിന്റെ പിന്നിൽ കൂടിയിരിക്കുകയാണ് എല്ലാവരും. വല്ലാത്തൊരു മുസീബത്താണ് ഈ റമളാനിൽ വന്നുപെട്ടിട്ടുള്ളത്. എന്തിനാണ് ഇതൊക്കെ എന്ന് അല്ലാഹു അലം. അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്നറിയില്ല. ഒരു പക്ഷേ അല്ലാഹുവിന്റെ പരീക്ഷണമായിരിക്കാം. നമ്മൾ കഴിവിന്റെ പരമാവധി ഇതിനെതിരിലൊക്കെ നമ്മൾ എവിടെ ചാൻസ് കിട്ടിയാലും നമ്മൾ ഇതിനെതിരൊക്കെ നമ്മൾ പ്രതികരിക്കണം. തെറ്റ് കണ്ടാൽ, അങ്ങനെയുള്ള തെറ്റുകൾ കണ്ടാൽ അവന്റെ കൈകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് തടയട്ടെ. അതിനും പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കട്ടെ. അങ്ങനെയുള്ള തെറ്റുകൾ കണ്ട നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇന്ന് മുഴുവൻ ആളുകളും മറ്റൊരു വിഷയം, ടി വി ഒക്കെ നല്ലത് തന്നെയാണ് റൂമിൽ. ഈ പരിശുദ്ധ റമളാനിൽ കഴിവിന്റെ പരമാവധി അതങ്ങോട്ട് ഒഴിവാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും അതിലെ വാർത്ത വരുമ്പോഴും അതിൽ എന്തായാലും മറ്റൊരു വിഷയം വരുമ്പോൾ നമ്മൾ അതിലേക്ക് എന്തായാലും കൊണ്ടുപോകും. അത് ആ ഒരൊറ്റ കാരണം കൊണ്ട്, ഈ ഒരു ഫുട്ബോൾ കൊണ്ടും ഈ ഒരൊറ്റ കാരണം കൊണ്ടും എത്ര നിസ്കാരങ്ങളാണ് നഷ്ടപ്പെടുന്നത്, എത്ര നിസ്കാരമാണ് ഖളാ ആവുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരു മോചിതരാവണം. റമളാൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിലാവണം നമ്മൾ. നമുക്ക് എതിരില് നമ്മുടെ ദോഷം പൊറുക്കാതെയാണ് റമളാൻ നമ്മോട് വിട പറയുന്നത് എങ്കിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദുആ ചെയ്തിട്ടുള്ളത്. പടച്ചവനെ എന്റെ കാരുണ്യത്തിന് റസൂലാണ് ദുആ ചെയ്തത്, ജിബ്രീലാണ് ദുആ ചെയ്തത്, റസൂലാണ് ആമീൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ദോഷം പുറത്തുകൊണ്ട് തന്നെയായിരിക്കണം പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയേണ്ടത്. അതിന് ഇപ്പൊ നമുക്ക് ഇറങ്ങിയ ഏറ്റവും വലിയൊരു ബലാആണ്, മുസീബത്താണ് ഇപ്പൊ ഈ ഫുട്ബോൾ. ഈ റമളാൻ മാസത്തിൽ തന്നെ എത്ര പണമാണ് അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. വളരെ നമ്മളൊക്കെ ചിന്തിക്കണം. ഇതിനൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന പ്രസംഗ പരിപാടികളിലൊക്കെ ഏത് ആൾക്ക് അവസരം കിട്ടുകയാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ വളരെ അധികം സംസാരിക്കേണ്ട വിഷയമാണ്. അതൊക്കെ വളരെ അധികം സംസാരിക്കേണ്ട വിഷയമാണ്. പല ആളുകൾക്കും റമളാനിലൊക്കെ പല സ്ഥലങ്ങളിലും അതിനൊക്കെ അവസരം കിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് നോമ്പ് കാലമായതുകൊണ്ട് നമ്മുടെ മഹല്ലത്തുകളിലൊന്നും ഒരു പരിപാടിയൊക്കെ ഇല്ലെങ്കിലും ക്ലാസുകളും മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ആളുകൾ അത്രയും കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ ഉണർത്തണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ മൈക്കൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ റമളാനിനെ അർഹിക്കുന്ന രീതിയിൽ അതിനെ നോമ്പനുഷ്ഠിക്കാനും ഇബാദത്ത് ചെയ്യാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നിപ്പം നല്ലൊരു ഡോക്ടർ സംസാരിച്ചിരുന്നു. അത്തായം കഴിക്കുന്ന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സുന്നത്താണ് എന്ന് പറഞ്ഞ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ വിഷയം ഒന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം ആഗ്രഹിക്കുന്നു. അത്തായത്തിന്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞത്, ഒരു മുസ്ലിമായ ഡോക്ടർ സംസാരിച്ചപ്പോ പറഞ്ഞത്, അത്തായത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് ഈ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള ആളുകൾ ആ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം പറഞ്ഞത് തവിടുള്ള ഭക്ഷണം അടങ്ങിയ, അഥവാ നമ്മളെ ഈ മോട്ടോചാവലി എന്നൊക്കെ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം, ചായ കോഫി പോലത്തത് കുറച്ചിട്ട് ധാരാളം വെള്ളം കുടിക്കാനുമാണ് പറഞ്ഞത് ആ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ട കുറെ ഭക്ഷണങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഈ കരിച്ച പൊരിച്ച എണ്ണയിലുണ്ടാക്കിയ സാധനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ അതില്ലാഞ്ഞാല് നോമ്പ് തുറ സഹിയല്ല എന്ന് വരെ എത്തിപ്പെട്ട ഒരവസ്ഥ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ആ സന്ദർഭത്തിൽ പെട്ടെന്നിന് ദഹിക്കുന്ന ഇത് കഴിക്കാൻ, പെട്ടെന്നിന് ദഹിക്കുന്ന പോലെയുള്ള കഴിവിന്റെ പരമാവധി ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ
പിന്നെ പെട്ടെന്ന് ദഹിക്കുന്ന മറ്റ് ജ്യൂസുകൾ, മറ്റുള്ള അങ്ങനെയുള്ളത്, അത് ആ നോമ്പ് തുറന്ന ഉടനെ തന്നെ മൊത്തം ഒറ്റടിക്ക് വയറ് നിറക്കാത്തൊരവസ്ഥയിലേക്ക് എത്തണം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു ഡോക്ടറല്ലട്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം കേൾക്കാത്ത ആളുകൾക്കും കൂടി ഒന്ന് എത്തിക്കുന്നു എന്ന് മാത്രം. ഒരു മുസ്ലിമായ ഡോക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് നോമ്പ് കാലത്തെക്കുറിച്ച്, അതിന്റെ ആഹാര രീതിയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ദഹിക്കുന്ന വളരെ പിന്നെ നമുക്ക് അത് എന്തിനാണ് എന്ന് വെച്ചാൽ നമുക്കത് ഏറ്റവും വലിയ ഉപകാരപ്പെടും. വയറ് നിറഞ്ഞാൽ ഇബാദത്തിന് മടി വരുന്ന, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിലേക്ക് മടി വരും. അപ്പോ ആ ഇബാദത്തിന് മടി വരാതിരിക്കാനും കൂടി ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം ആ നേരം കഴിക്കുക. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ കരിച്ച പൊരിച്ച ആ വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കി പെട്ടെന്ന് ദഹിക്കുന്നത് അല്പം കഴിക്കുക. ഒറ്റടിക്ക് ആ സമയം വയറ് നിറക്കാൻ പാടില്ല. ആ സമയം ഒറ്റടിക്ക് വയറ് നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് തറാവീഹ് നിസ്കരിക്കാനും ഇശാ നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ മടി വരും. അങ്ങനെ മടി വരാതിരിക്കാനും കൂടി ഏറ്റവും നല്ലതും അതോടുകൂടി തന്റെ ശരീരത്തിന് അത് ഏറ്റവും കൂടുതൽ ഒരു ഉപകാരപ്പെടുന്നതും ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലളിതമായ ഭക്ഷണം, ആ സമയം ലളിതമായ ഭക്ഷണം കഴിക്കുക. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നോമ്പ് തുറന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോയാൽ ആ സമയം തന്നെ ഒന്നായിട്ട് പൊറാട്ടയും ഇറച്ചിയും അല്ലെങ്കിൽ കറി അടിച്ചു കയറ്റുന്ന ഒരവസ്ഥ ഉണ്ട്. ആ ഒരൊറ്റ കാരണം തന്നെ പിന്നീട് എന്താവാറുണ്ട്, പിന്നീട് ഇബാദത്തിനക്ക് മടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് പൊതുവേ സാധാരണ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇബാദത്തിനക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിനക്ക് മടി വരിക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒഴിവാവാനും കൂടി നോമ്പിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സന്ദർഭത്തിൽ വളരെ അധികം ലളിതമായ ഭക്ഷണം ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്പാൽപം കഴിക്കുക. കുറച്ച് കഴിച്ചാൽ മതി. ഒന്നായിട്ട് ആ സമയം എന്ത് ചെയ്യണ്ട, കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. കുറച്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഉറക്കം വരുമെന്ന് സഹാക്ക് നച്ചിങ്ങത് അറിയാം. അത് ശരിയാണ്, കറക്റ്റാണ് ആ വിഷയം. അത് അത്തിപ്പറ്റ ഉസ്താദും പറയുന്നത് ഞാൻ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ട്. വയറ് നിറഞ്ഞ ഇബാദത്തിന് മടി വരുട്ടാം. വയറ് നിറഞ്ഞ അത്രയും വയറെന്ത് ചെയ്യരുത്, നടക്കരുത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 16 വർഷം വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇബാദത്തിന് മടി വരും എന്ന് മാത്രമാണ് മഹാനവറുകൾ പറഞ്ഞത്. അത്രയും വയറിങ്ങട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇബാദത്തിനക്ക് മടി വരും. അപ്പൊ ഈ നോമ്പിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് വയറിങ്ങട്ട് ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങോട്ട് ഇബാദത്ത് ചെയ്യാനും നിസ്കരിക്കാനൊക്കെ പ്രയാസം വരും. അപ്പൊ നല്ല ദഹിക്കുന്ന ഭക്ഷണം ആ സമയം കഴിക്കാനും, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, അത്താഴത്തിന്റെ സമയമാകുമ്പോഴേക്കും പിന്നെ നമുക്കത് ദഹിക്കാനുള്ള ഒരു രീതിയിൽ. അപ്പൊ ഫ്രൂട്ട്സുകൾ കഴിവിന്റെ പരമാവധിക്ക് ആ സമയം ഉൾപ്പെടുത്തി ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് കരിച്ചതും പൊരിച്ചതൊക്കെ ഒഴിവാക്കാനാണ് അദ്ദേഹം നൽകിയ ഒരു നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രമാണ്. അത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ രീതിയും അങ്ങനെ തന്നെയാണ്. മറ്റൊന്ന്, പിന്നെ നമുക്കിന്ന് UAE സമയം 9:30 അബ്ദുൽ ബാരി ഹുദവി ഉസ്താദിന്റെ ഹുസ്നുൽ ഖാത്തിമ എന്ന വിഷയത്തിൽ ക്ലാസ് ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് UAE സമയം 9:30. ഇനി മറ്റുള്ള നാടുകളിലുള്ള സമയം മറ്റുള്ളവർ തീരുമാനിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാകും. UAE സമയം 9:30 നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ബാരി ഹുദവി ഹുസ്നുൽ ഖാത്തിമ എന്ന വിഷയത്തിൽ ക്ലാസ് ഉണ്ട്. എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കണം. അതൊക്കെ വളരെ നല്ല വിഷയമാണ്. അതൊക്കെ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹുദവിന്റെ അബ്ദുൽ ബാരി ഹുദവിന്റെ ക്ലാസ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. ഒരു നാടൻ സംസാരമാണ്. ഒരു നാടൻ സംസാരത്തിലാണ് എന്തെങ്കിലും കുറെ ചരിത്രങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് സമയം കളയുന്ന ഒരു രീതിയല്ല കാണാറുള്ളത്. അപ്പൊ വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സും കൂടിയാണ്. അപ്പൊ കഴിവിന്റെ പരമാവധി എല്ലാ ആളുകളും തന്റെ മറ്റുള്ളവരെയൊക്കെ അത് അറിയിച്ച് പിന്നെ അതിൽ പങ്കെടുക്കണം എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നല്ല പ്രവർത്തനങ്ങളെയൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ദിവസങ്ങൾ മാത്രം ബാക്കി, 4-5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇബാദത്ത് ചെയ്യാനും റബ്ബിലേക്ക് അടുക്കാനും ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് വന്ന എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും റമദാനിൽ അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി
അവന്റെ സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് റമദാനിൽ നമുക്കൊക്കെ ക്ലാസുകൾ ഉണ്ടാകും.